ഹലോ നമസ്കാരം. ഞാൻ ജയശ്രീ ഗോവിന്ദൻ, മറൈഫ്രൈ റിട്ടയർമെന്റ് കൺസൾട്ടന്റ്. പ്രവാസികളോട് ഒരു ചോദ്യം: നിങ്ങൾക്ക് ഹെൽത്ത് ഇൻഷുറൻസ് ഉണ്ടോ നാട്ടിൽ? പല പ്രവാസികളും പറയുന്നുണ്ട്, നാട്ടിൽ ഹെൽത്ത് ഇൻഷുറൻസ് ഉണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇല്ല, എനിക്ക് ഗൾഫിൽ ഹെൽത്ത് ഇൻഷുറൻസ് ഉണ്ട് എന്ന്. ഗൾഫിൽ ജോലി ചെയ്യുവാണ്, അപ്പോൾ അവിടെ ഹെൽത്ത് ഇൻഷുറൻസ് ഉണ്ടല്ലോ, പിന്നെ എന്തിനാണ് നാട്ടിൽ ഇൻഷുറൻസ് എന്ന് ചോദിക്കാറുണ്ട്. പക്ഷേ ഹെൽത്ത് ഇൻഷുറൻസ് എന്ന് പറയുന്നതിൽ ഒരുപാട് പരിമിതികളുണ്ട്, അതുപോലെ ഒരുപാട് റൂൾസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ അനുസരിച്ചിട്ട് നമ്മൾ ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കേണ്ടത് എപ്പോഴാണെന്ന് പോലും പലർക്കും അറിയില്ല. നമ്മൾ എപ്പോൾ ആരോഗ്യത്തോടെ ഇരിക്കുന്നു അന്ന് വേണം നമ്മൾ ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കാൻ. ഹെൽത്ത് എന്ന് മാത്രമല്ല, ലൈഫ് ഇൻഷുറൻസ് ആയാലും അങ്ങനെ തന്നെ ആരോഗ്യത്തോടെ ഇരിക്കുമ്പോഴാണ് വേണ്ടത്. പക്ഷെ ആരോഗ്യത്തോടെ ഇരിക്കുമ്പോൾ ആരും തന്നെ ഇത്തരം ഇൻഷുറൻസ് എടുക്കാൻ താല്പര്യപ്പെടാറില്ല. എന്നാൽ ഒരു ആരോഗ്യക്കുറവ് വന്നു കഴിഞ്ഞാൽ, എന്തെങ്കിലും ഒരു ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ വന്നു കഴിയുമ്പോഴാണ് ആളുകൾ ഇൻഷുറൻസിനെ കുറിച്ച് ചിന്തിക്കുന്നത് തന്നെ. പക്ഷെ നമ്മൾ എപ്പോൾ ആരോഗ്യത്തോടെ ഇരിക്കുന്നു അപ്പോഴേ നമുക്ക് ഇൻഷുറൻസ് കിട്ടുള്ളൂ. അതായത് നമുക്ക് വേണ്ട എന്ന് തോന്നുന്ന കാലത്താണ് നമുക്ക് ഇൻഷുറൻസ് ലഭിക്കുക. നമുക്ക് വേണമെന്ന് തോന്നുന്ന സമയത്ത് നമുക്ക് ഇൻഷുറൻസ് ലഭിക്കില്ല. ഒന്നാമത്തെ കാര്യം അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പിന്നെ ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുമ്പോൾ ചില അസുഖങ്ങൾക്ക് 2 വർഷം റിന്യൂ ചെയ്തതിന് ശേഷമേ കിട്ടുള്ളൂ എന്നുണ്ട്. അതായത് ഹെർണിയ, പൈൽസ്, സൈനസൈറ്റിസ് അതുപോലെയുള്ള രോഗങ്ങളൊക്കെ നമ്മൾ 2 വർഷം റിന്യൂ ചെയ്തതിന് ശേഷമേ കിട്ടത്തുള്ളൂ. കാരണം നമുക്ക് മരുന്ന് വെച്ചുകൊണ്ട്, മരുന്ന് എടുത്തുകൊണ്ട്, അല്ലെങ്കിൽ ട്രീറ്റ്മെന്റ് എടുത്തുകൊണ്ട് ഇത്തരം അസുഖങ്ങളൊക്കെ നമുക്ക് കുറച്ച് നാളത്തേക്ക് നീട്ടി വെക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഒരാൾ ചിലപ്പോൾ ഇൻഷുറൻസ് എടുക്കുന്നത് തന്നെ ഈ ഒരു ഉദ്ദേശത്തോടെ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ എടുത്ത ഉടനെ തന്നെ അതിന് ക്ലെയിം ചെയ്യാന്നൊക്കെ വിചാരിക്കുന്ന ചില ആളുകളുണ്ട്. അത് കിട്ടില്ല. 2 വർഷത്തിന് ശേഷം മാത്രമാണ് നമുക്കത് കിട്ടുക. അപ്പൊ നമുക്ക് എപ്പോൾ ആരോഗ്യത്തോടെ നമ്മൾ ഇരിക്കുന്നോ അപ്പം എടുക്കുന്നത് കൊണ്ടാണ് ഈ ഒരു കേസുകൾക്ക് നമുക്ക് ട്രീറ്റ്മെന്റ് ലഭിക്കാനായിട്ട് അല്ലെങ്കിൽ ക്ലെയിം ലഭിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അടുത്ത ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ഇപ്പൊ എടുക്കാൻ നേരത്ത് നമുക്ക് വല്ല BP, ഷുഗർ, ഇപ്പൊ അതൊന്നും ഇല്ലാത്ത ആളുകളില്ല, വളരെ കുറവാണ്. BP, ഷുഗർ, കൊളസ്ട്രോൾ അതുമാതിരിയുള്ള അസുഖങ്ങളൊക്കെ നമുക്ക് ഉണ്ടായിരിക്കാം, മരുന്ന് കഴിക്കുന്നുണ്ടാകും. ഈ പ്രീ എക്സിസ്റ്റിംഗ് കണ്ടീഷൻസ് ഉള്ള പല അസുഖങ്ങളും നമ്മൾ പോളിസി എടുത്ത് 4 വർഷത്തിന് ശേഷമാണ് നമുക്ക് അതിന്റെ കവറേജ് കിട്ടുള്ളൂ. അപ്പൊ ഈ ഇങ്ങനെയുള്ള റൂൾസ് ഒക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ പോളിസി എടുക്കുന്നു. ചിലരിപ്പോ ഗൾഫിൽ നിന്ന് ജോലി മതിയാക്കി നാട്ടിൽ വന്നിട്ട് പോളിസി എടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നവരുണ്ടാവും. അപ്പോൾ നമ്മൾ നാട്ടിൽ വന്നിട്ട് ഒരു പോളിസി എടുക്കുമ്പോൾ വീണ്ടും നമ്മൾ ഈ പറഞ്ഞ 2 വർഷം 4 വർഷം ഒക്കെ നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വരും നമുക്ക് ട്രീറ്റ്മെന്റ് കിട്ടാൻ അല്ലെങ്കിൽ പോളിസി കവറേജ് കിട്ടാനായിട്ട്. അതുകൊണ്ടാണ് എപ്പോഴും നമ്മൾ ഗൾഫിൽ നമുക്ക് ഉണ്ടായിക്കോട്ടെ, പക്ഷെ ഗൾഫിലിരിക്കുമ്പോൾ തന്നെ നമ്മൾ നാട്ടിൽ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ 2 വർഷത്തെ കവറേജ്, 2 വർഷത്തെ വെയിറ്റിംഗ് പീരീഡ് കഴിഞ്ഞിട്ട് നമുക്ക് കിട്ടുന്ന അസുഖങ്ങൾക്കും നമുക്ക് കവറേജ് വരും. അതുപോലെ തന്നെ 4 വർഷത്തിന് ശേഷമുള്ള കാര്യങ്ങൾക്കും നമുക്ക് കവറേജ് കിട്ടും. അപ്പൊ നമ്മൾ ഗൾഫിലെ ജീവിതം മതിയാക്കി നാട്ടിൽ വരുമ്പോൾ നമ്മുടെ ഹെൽത്ത് ഇൻഷുറൻസ്, നാട്ടിലുള്ള ഹെൽത്ത് ഇൻഷുറൻസ് ആക്റ്റീവായിട്ടുണ്ടാവും. എല്ലാ തരത്തിലും ആക്റ്റീവായിട്ടുണ്ടാവും. അവിടെ എക്സ്ക്ലൂഷൻസ് ഒന്നും ഇല്ലാതെ എല്ലാ രീതിയിലും അത് ആക്റ്റീവായിട്ടുണ്ടാവും. അതുവരെയുള്ള ക്ലെയിം ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് അതിന്റെ ബോണസ് കാര്യങ്ങളും കിട്ടിയിട്ടുണ്ടാവും. അപ്പൊ നല്ലൊരു സമ്മർഷയിലേക്ക് എത്താനും സാധിക്കും. അതുകൊണ്ട് എല്ലാ പ്രവാസികളും ഇതൊന്ന് അറിഞ്ഞു വയ്ക്കുക. തീർച്ചയായിട്ടും ഗൾഫിൽ ഹെൽത്ത് ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ പോലും നാട്ടിലൊരു ഇൻഷുറൻസ് നിങ്ങൾ എടുത്തു വെക്കുക. കാരണം നിങ്ങൾ എന്ന് നാട്ടിലേക്ക് വരുന്നോ അപ്പോഴേക്കും നിങ്ങൾക്ക് എല്ലാ എക്സ്ക്ലൂഷൻസും കഴിച്ച് നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങൾക്കും, എല്ലാ രോഗങ്ങൾക്കും ട്രീറ്റ്മെന്റ് കിട്ടുന്ന രീതിയിൽ, കവറേജ് കിട്ടുന്ന രീതിയിൽ ആ പോളിസി മാറിയിട്ടുണ്ടാവും. നിങ്ങൾക്ക് പിന്നീട് വരുന്ന ജീവിതത്തിൽ ഹെൽത്ത് കെയറിന് ബുദ്ധിമുട്ടില്ലാതെ ഇരിക്കുകയും ചെയ്യും. അപ്പൊ ഈ ഒരു എപ്പിസോഡ് നിങ്ങൾക്ക് ഇത് കേൾക്കുന്ന ആർക്കെങ്കിലും ഒക്കെ ഇതൊന്ന് മനസ്സിലാക്കാൻ സാധിച്ചുവെങ്കിൽ, അല്ലെങ്കിൽ ഇത് ഉപകാരപ്പെട്ടുവെങ്കിൽ നിങ്ങളുടെ പരിചയത്തിലുള്ളവർക്കോ ബന്ധുക്കൾക്കോ പ്രവാസികളായിട്ടുള്ള ആളുകൾക്കോ ഒക്കെ ഇതൊന്ന് ഷെയർ ചെയ്യുക. എല്ലാവരും ഇത് മനസ്സിലാക്കിയിരിക്കുക. നിങ്ങൾക്കൊരു പോളിസി എടുക്കാനോ അതിനെക്കുറിച്ച് അറിയാനോ ഒക്കെ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായും ഞങ്ങളെ കോൺടാക്ട് ചെയ്യുക. അടുത്തൊരു എപ്പിസോഡിൽ കാണും വരെ ടേക്ക് കെയർ. ബൈ ബൈ.